സരസമ്മയെയാണ് അയൽവാസി വീട് കയറി ആക്രമിച്ചത്. വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ അയൽവാസിയായ ശശിധരൻ അറസ്റ്റിലായിട്ടുണ്ട്. പരിക്കേറ്റ സരസമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊട്ടാരക്കരയിലാണ് ഈ സംഭവം. കൊട്ടാരക്കരയിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. ഗാന്ധിമുക്ക് സ്വദേശിയായ സരസമ്മയെയാണ് അയൽവാസി വീട് കയറി ആക്രമിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. അയൽവാസിയായ ശശിധരനാണ് സരസമ്മയെ ആക്രമിച്ചത്. സരസമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിനീഷ് ചേരുന്നു. വിനീഷ്, എന്താണ് ഈ സംഭവം? ഇവർ തമ്മിലുള്ള തർക്കം നേരത്തെ ഉണ്ടായിരുന്നതാണോ? ഇപ്പോൾ എന്താണ് പോലീസ് പറയുന്നത്? കഴിഞ്ഞ ദിവസം വൈകുന്നേരത്താണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര ഗാന്ധിമുക്കിലാണ് ഈ അയൽത്തർക്കത്തെ തുടർന്നുണ്ടായ ഒരു വിരോധമാണ് ഇത്തരത്തിലുള്ളൊരു സംഘർഷത്തിലേക്ക് നയിച്ചത്. ദൃശ്യങ്ങൾ ഭീകരമാണ്. പോലീസിന് ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത സാഹചര്യവുമുണ്ട്. ഇത് സരസമ്മ എന്ന പേരുള്ള 80 വയസ്സുകാരിക്കാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അയൽത്തർക്കത്തെ തുടർന്ന് ഈ വീട്ടിലേക്ക് എത്തിയ ഒരാളാണ് മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതിക്രൂരമായി മർദ്ദിക്കുകയും വയോധികയുടെ കാലിൽ പിടിച്ച് വലിച്ചിഴക്കുന്ന തരത്തിലുള്ള ക്രൂരമായ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ 70 വയസ്സുള്ള ശശിധരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഇയാളെ റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തായാലും വയോധികയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റുണ്ട്. അവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ശരി, എസ് ബെനീഷാണ് വിവരങ്ങൾ നൽകിയത്.